എല്ലാവർക്കും സുരാജ് വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ പറയാനായിട്ട് പോകുന്നത്, നിങ്ങൾ ഒരു 3 മണി തൊട്ട് 5 മണിക്കുള്ളിൽ അറിയാതെയാണെങ്കിലും എഴുന്നേൽക്കുന്നൊരു ഇതുണ്ടെങ്കിൽ ഭഗവാൻ നിങ്ങളോട് പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതിനെക്കുറിച്ചിട്ടുള്ള വീഡിയോ ആണ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും, ആരെങ്കിലുമൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ടാവും കാരണങ്ങളൊക്കെ വ്യക്തമായിട്ട്. എന്നാലും നമ്മളെ കാണുന്ന അല്ലെങ്കിൽ നമ്മളെ വിശ്വസിച്ച് നമ്മുടെ വീഡിയോസ് കാണുന്ന ഭക്തരായിട്ടുള്ള നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാനിത് ചെയ്യുന്നു. അപ്പോൾ എനിക്കും അങ്ങനെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ വെളിച്ചത്തിലാണ് പരിചയം. വടക്കുംഭാഗത്ത് കരുനീരി മഠത്തിൽ അമ്മയ്ക്ക് സ്ഥലം വാങ്ങുന്നതിന് വേണ്ടിയിട്ട്, അമ്മയെ കുടിയിരുത്തുന്നതിന് വേണ്ടി സ്ഥലം വാങ്ങിക്കുന്നുണ്ട്. അപ്പോൾ അതിനകത്തേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സംഭാവന ചെയ്യാവുന്നതാണ്. താല്പര്യമുള്ളവർക്ക് സംഭാവന ചെയ്യാം. 101 രൂപയോ 1 രൂപയോ 2 രൂപയോ കഷ്ടമുള്ളത്തിൽ സംഭാവന ചെയ്യാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഇന്ന് പറയുമ്പോൾ നമ്മൾ വെളുപ്പിന് 3 മണി തൊട്ട് 5 മണി വരെ എണീക്കും. നമുക്ക് ഒന്നെങ്കിൽ നമ്മൾ മൂത്രാശങ്ക, നമുക്ക് യൂറിൻ പാസ് ചെയ്യണതിൻ്റെ ഇതുകൊണ്ടായിരിക്കും നമ്മൾ എണീക്കണത്. അതുപോലെ ചിലപ്പോൾ ഒന്നെങ്കിൽ നമുക്ക് ഉറങ്ങാനായിട്ട് സാധിക്കുന്നില്ല, ഒരവസ്ഥ വരുന്നുണ്ട് എങ്കിൽ പേടിക്കേണ്ട പേടിക്കാനുള്ള കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ അങ്ങനെ ഉണ്ടെങ്കിൽ മുഖം കഴുകുക, ഇങ്ങനെ ചിലപ്പോൾ കുളിക്കണമെങ്കിൽ കുളിക്കുക. ശേഷം മുഖമൊക്കെ നല്ല തണുത്ത വെള്ളത്തിൽ മുഖം കഴുകിയതിന് ശേഷം നമ്മൾ കുറച്ച് നേരം നമ്മുടെ ഇഷ്ടമൂർത്തിനെ ജപിക്കുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുക. നമ്മുടെ ഒന്നെങ്കിൽ നമ്മുടെ പ്രപഞ്ചം നമ്മളോട് എന്തെങ്കിലും കാര്യങ്ങളെക്കുറിച്ച് പറയാനായിട്ട് പോകുന്നു, അല്ലെങ്കിൽ നമ്മുടെ പൂർവികരായിട്ടുള്ളവർ നമ്മളിലേക്ക് സംസാരിക്കാനായിട്ട് പോകുന്നു, അല്ലെങ്കിൽ നമ്മുടെ ഇഷ്ടദേവത നമ്മളിലേക്ക് പ്രസാദിക്കാനായിട്ട് പോകുന്നു എന്നതിൻ്റെ ലക്ഷണങ്ങളാണ്. അപ്പോൾ നിങ്ങൾ ആ സമയത്ത് പ്രാർത്ഥിക്കുകയും ജപിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് സർവ്വത്തിലുള്ള ഐശ്വര്യങ്ങൾ അഭ്യർത്ഥിക്കേണ്ടാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ ആ സമയത്ത് എഴുന്നേൽക്കുകയാണെങ്കിൽ നമ്മുടെ ഇഷ്ടമൂർത്തിയുടെ ജപങ്ങൾ, പ്രാർത്ഥനകൾ ഒക്കെ ചെയ്യുന്നത് ഏറ്റവും ഉത്തമമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഈ നമ്മുടെ പ്രപഞ്ചം നമ്മളിലേക്ക് തരുന്ന ഒരു സൂചനകളാണ് നമുക്ക്. നിങ്ങൾ എഴുന്നേൽക്കൂ, അല്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ടമൂർത്തിനെ കാരണന്മാർ, മരിച്ചു പോയിട്ടുള്ള നമ്മുടെ പൂർവികർ നമ്മളിലേക്ക് എന്തെങ്കിലും മെസ്സേജ് പാസ് ചെയ്യാനായിട്ടുള്ള ഒരു സൂചനയായിട്ടുള്ള സമയമാണ്. നമ്മൾ ശരിക്കും പറഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ എന്തെങ്കിലും വെള്ളം കൂടുതൽ കുടിച്ചുകൊണ്ടാണ് ആ സമയത്ത് മൂത്രമൊഴിക്കാനായിട്ട് മുട്ടിയത്. അപ്പോൾ അതുകൊണ്ടായിരിക്കും നമ്മൾ എണീക്കുന്നത്. പക്ഷെ അത് കാരണം എന്തും ആയിക്കൊള്ളട്ടെ, നമ്മൾ ആ സമയത്ത് സ്ഥിരമായിട്ട് ആ സമയത്ത് എഴുന്നേൽപ്പിക്കുന്നുണ്ടെങ്കിൽ അതിലെന്തെങ്കിലും കാരണം ഉണ്ടാകും. നമ്മളൊന്ന് ഇഷ്ടമൂർത്തിനെയൊക്കെ ഒന്ന് ജപിച്ച് കഴിഞ്ഞാൽ നമ്മളിലേക്ക് നമുക്ക് സ്വയമേ അത് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പം അതൊരു അവഗണിച്ച് കളയാതെ നമ്മൾ ഒന്ന് കുളിച്ചിട്ട് നമ്മുടെ അല്ലെങ്കിൽ മുഖം ശരിക്കും വെള്ളത്തിൽ കഴുകിയിട്ട് നമ്മുടെ ഇഷ്ടമൂർത്തിനെയൊക്കെ ഒന്ന് പ്രാർത്ഥിക്കുക. അപ്പോൾ നമുക്ക് എന്താണ് അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ, അതിനെക്കുറിച്ചൊക്കെ ഒരു വിവരണം ഭഗവാനായിട്ട് നമുക്ക് കാണിച്ചു തരും, നമ്മളോട് സംസാരിക്കും. നമ്മുടെ മനസ്സുകൊണ്ട് തന്നെ നമ്മളോട് സംസാരിക്കുന്നതാണ് ഭഗവാനായിട്ട്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യും, സബ്സ്ക്രൈബ് ചെയ്യും, ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യുക. അതുപോലെ തന്നെ ആദ്യം വടക്കുംഭാഗത്ത് കരുനീരി മഠത്തിൻ്റെ അമ്മയ്ക്ക്, ഭദ്രകാളി അമ്മയ്ക്ക് നമ്മൾ കുടിയിരുത്തുന്നതിന് വേണ്ടി സ്ഥലം മേടിക്കാനായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ നിങ്ങളാൽ കഴിയുന്ന സംഭാവനകളൊക്കെ തന്ന് സഹകരിക്കാം. 1 രൂപയോ 100 രൂപയോ 10 രൂപയോ 1000 രൂപയോ നമ്മളെ കൊണ്ട് സാധിക്കുന്ന എത്രയാണെങ്കിലും ഇടാവുന്നതാണ്. എന്നിട്ട് ആ നമ്പറിൽ തന്നെ വാട്സാപ്പിൽ പേരും നാളും വീട്ടുകാരും അയക്കുക. അപ്പോൾ നമുക്ക് ശത്രുദോഷങ്ങൾ, രോഗാതി ദുരിതങ്ങൾ, സ്ഥലം മേടിക്കാനായിട്ട് പറ്റുന്നില്ല, വാടക വീട്ടിൽ കിടക്കുന്നവർ, അതുപോലെ തന്നെ കടം കയറി ആകതായിട്ടുള്ളവർ, അവർക്കൊക്കെ അയക്കാം. 1 രൂപയെങ്കിലും നമുക്ക് വാട്സാപ്പിൽ അയച്ചാൽ മതി. എന്നിട്ട് ഗൂഗിൾ പേയിൽ അയക്കുക. എന്നിട്ട് വാട്സാപ്പിൽ വരുന്നാൾ അയച്ചാൽ മതി. നിങ്ങൾക്കൊണ്ട് 1 രൂപ ഇടാൻ പറ്റുമെങ്കിൽ അത്ര ഇട്ടിട്ട് നിങ്ങൾ അയച്ചോളൂ. നിങ്ങളെ ഒരു കുറ്റവും പറയില്ല, കുറവൊന്നും പറയില്ല, കൂടുതലൊന്നും പറയില്ല. 1 രൂപയെങ്കിലും ഇട്ടാൽ. അപ്പോൾ നമുക്ക് കുറച്ച് പേര് അങ്ങനെ പൈസ അയച്ചിട്ടുണ്ട്, കൂടുതൽ പേര് അയച്ചിട്ടില്ല. അപ്പോൾ ഞാൻ വിശദമായിട്ട് ഒരു വീഡിയോയിൽ അതിന് മാത്രമായിട്ട് ഒരു ദിവസം പറയാം. തന്നവരുടെ പേരൊന്നും പറയില്ല, പേര് പറയുന്നവരെ മാത്രം പറയാം. പേഴ്സണലായിട്ട് സൂക്ഷിക്കുന്നതാണെങ്കിൽ പേഴ്സണലായിട്ട് സൂക്ഷിക്കുക തന്നെ ചെയ്യും. ഓക്കെ, എമൗണ്ടോ അല്ലെങ്കിൽ പേരോ കാര്യങ്ങളോ ഒന്നും പറയില്ല. എമൗണ്ട് പറഞ്ഞാലും പേരുകളൊന്നും പറയില്ല. കുറവ് വന്നവരും കൂടുതൽ വന്നവരും ഭഗവതിക്ക് വേണ്ടിയിട്ട് എത്ര കൊടുത്താലും നമുക്ക് കുഴപ്പമില്ല, നമ്മൾ പറയില്ല. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നുണ്ട്. നമസ്തേ. ഓം നമഃ ശിവായ. ഓം നമോ നാരായണ. ഭദ്രകാളി നമഃ.